ഇത് നേരത്തെ നിശ്ചയിച്ച, മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചല്ലേ, നടപടി ഇപ്പൊ ഇന്നലെ ഉണ്ടായതല്ലേ. ഗൾഫിലെ പരിപാടിയൊക്കെ വളരെ നേരത്തെ നിശ്ചയിക്കുന്നത് കൊണ്ട് അതിന് ഈ വിലക്ക് ബാധകമാവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വരണം എന്നാണ്. അങ്ങനെ ചെന്നു. ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തപ്പോ വിമതന്മാരുടെ വലിയ സമ്മർദ്ദം. അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞു ഇനി നിർത്തണം പരിപാടി. അങ്ങനെ 30 ദിവസം നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമുള്ള പരിപാടി 10 ദിവസമാക്കി കട്ട് ചെയ്ത് ഞാൻ അവിടെ സൗദിയിലേക്ക് പോകുക ചെയ്തത്. സൗദിയിൽ ചെന്നപ്പോൾ പലരിനോട് ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിലക്കുണ്ട്. KNMന്റെയും പോഷകഘടകങ്ങളെയും പരിപാടി പങ്കെടുക്കാൻ പാടില്ല. ഇസ്ലാഹി സെന്റർ പോഷകഘടകമായി ഞാൻ പങ്കെടുക്കുകയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു ജാലിയാത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാമോ? പങ്കെടുക്കാം, പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടഭിപ്രായക്കാരാകാൻ പാടില്ല. ജാലിയാത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന ഇസ്ലാഹി സെന്ററിന്റെ ആളുകളും ജാലിയാത്തിന്റെ ആളുകളും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അവിടെ ഒരു കക്ഷിത്വമോ ഭിന്നിപ്പോ ഉണ്ടാവുകയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. മദീനയിൽ ചെന്നപ്പോൾ ഇസ്ലാഹി സെന്ററിൽ പറഞ്ഞു ഇവിടെ ഇസ്ലാഹി സെന്ററിൽ നിങ്ങൾ ക്ലാസ് എടുത്തോളിയും, ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. അങ്ങനെ അവിടെ ജാലിയാത്തിന്റെ ഒരു പരിപാടിയിൽ മാത്രമാണ് ഞാൻ പങ്കെടുത്തത്. എന്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഖത്തറിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും അച്ചടക്ക നടപടി കാലത്ത് ഭരണസമിതിയുടെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രസംഗിച്ചു. വാസ്തവത്തിൽ അവിടെ ലംഘനമില്ല എന്ന് ഞാൻ തന്നെ അവരോട് നേരിട്ട് പറഞ്ഞതാ. ഖത്തറിലെ പരിപാടിയുടെ സാഹചര്യം ഇതാണ്. വളരെ നേരത്തെ നിശ്ചയിച്ച പരിപാടി ആയതുകൊണ്ടും അവിടെ അൽഫനാർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത പരിപാടിയാണ്. അതൊരിക്കലും തന്നെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതും എതിരാളികൾക്കിടയിൽ നമുക്ക് ചീത്തപ്പേരുണ്ടാവുന്നത് കൊണ്ടും അവർ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ സൗദിയിൽ ഒരൊറ്റ ഇസ്ലാഹി സെന്റർ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ജാലിയാത്ത് നമ്മളെ പോഷകഘടകമല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന്റെ പേരിന്റെ എന്നിട്ടും അത് കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. ഖത്തർ ഇസ്ലാഹി സെന്റർ കൊടുത്ത കത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്യായമായി എന്നെ കുറിച്ച് പലതും എഴുതി പിടിപ്പിച്ചിട്ടുള്ള, ഞാൻ ചെയ്യാത്ത, ഞാൻ അറിയാത്ത കുറ്റങ്ങൾ എന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വായിച്ചവതരിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഖത്തറിൽ വെച്ച് തന്നെ മറുപടി എഴുതി. ഞാൻ നാട്ടിലെത്തിയാൽ ഉടൻ വിശദീകരണം തരാം. 15 ദിവസം തികയുന്നവന് ഇമെയിലിൽ കത്തയച്ചു. വേറൊരാളിൽ നേരിട്ട് കൊണ്ടു കൊടുക്കാനും ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ വന്നു. ഏപ്രിൽ 29 നാട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ TPയെ വിളിച്ചു. ഞാനിങ്ങനെ വന്നിട്ടുണ്ട്, കാണണമല്ലോ. ഞങ്ങൾ സൗദിയിലേക്ക് പോവാണ്, ജക്കരിയ AP കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അഹമ്മദ് അലി മദനിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വേഗം പോയി കാണണം AP, നമുക്ക് വേഗം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. MM മദനിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു AP കണ്ടാൽ മതി. അങ്ങനെ ഞാൻ 4-ാം തീയതി മെയ് 4-ന്, ഏപ്രിൽ 29 മെയ് 4 AP കാണാൻ പോയി. പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് അന്ന് ആശുപത്രിയിലായതുകൊണ്ട് പിറ്റേന്ന് അന്നൊരു ഹർത്താലായിരുന്നു. എന്നിട്ട് ഞാൻ കാറെടുത്ത് AP വീട്ടിൽ പോയി മെയ് 5-ന് തന്നെ കത്ത് കൊടുത്തു. പക്ഷെ ഇവിടെ വായിച്ച കുറ്റപത്രത്തിൽ എന്താണുള്ളത്? മെയ് 21-നാണ് MM മദനിക്ക് കത്ത് കിട്ടിയത്. APക്ക് കത്ത് കൊടുത്ത് അവിടെ വെച്ച് പത്തപ്പിരിയത്ത് ഉണ്ണിൻകുട്ടി മോലിയെ വിളിച്ചു. സർ, ഞാനിങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല AP, കൂടുതൽ സംസാരിക്കാൻ പറ്റിയ അവസരമല്ല. അതുകൊണ്ട് ഞാൻ എഴുതി തയ്യാറാക്കി 6 പേജ് DTP എടുത്ത എന്റെ ഷോക്കോസ് നോട്ടീസിനുള്ള കൃത്യമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ബാബു സേട്ടിനെ വിളിച്ചു പറഞ്ഞു. മാത്രം 2 മുജാഹിദ് പ്രവർത്തകരെ സാക്ഷിക്കായി എന്റെ കൂടെ കൊണ്ടുപോയിരുന്നു. എന്നിട്ടും നാടാകെ പ്രചരിപ്പിക്കുന്ന ഈ കുറ്റപത്രത്തിലുള്ളത് ഞാൻ 21-ാം തീയതി മറുപടി കൊടുത്തത് കാലവിളംബം വരുത്തിന. നാട്ടിൽ വന്നിട്ട് 4-ാം ദിവസം കൊടുത്ത മറുപടി, 5-ാം ദിവസം കൊടുത്ത മറുപടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള തട്ടിപ്പുകളാണ് പലരും പല സ്ഥലത്തും ഇവർ വായിച്ചു വിശദീകരിക്കുന്നത്. എന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ വിശദീകരണം പരിഗണിക്കാതെ വീണ്ടും എനിക്ക് കത്ത് വന്നു, മെയ് 22-ന് ചർച്ചയ്ക്ക് വരണം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ 6-7 ആളുകളുണ്ട്. AP ഉണ്ട്, TP ഉണ്ട്, സലഫി ഉണ്ട്, അഹമ്മദ് അലി മദനി ഉണ്ട്, നൂർഷയുണ്ട്, പാലത്തുണ്ട്, MM മദനിയുണ്ട്. 7 ആൾ കൂടി വളഞ്ഞു വെച്ച് എന്നെ ചോദ്യം ചോദിക്കുക. എങ്ങനെ ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫി. ഇവിടെ ഉണ്ണിക്കുട്ടിയോലി പറഞ്ഞു ഈ വയസ്സന്മാര് 5 മണിക്കൂർ ഇരുന്ന് വിഷമിച്ചു. ആരെ ഓലോടി ചോദ്യങ്ങളൊക്കെ പാടെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞത്? അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ടതുകൊണ്ട് വക്കീലിന്റെ മാതിരി എന്നെ ക്രോസ് ചെയ്യാണ്. എന്നാൽ ഞാൻ ചോദിച്ചു, സലഫി ഇതെന്താ കോടതി രേഖ ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചു. അതൊന്നല്ലത് പറയുന്നത് രേഖപ്പെടുത്താന്നേ ഉള്ളൂ. എന്നിട്ട് എഴുതിക്കൊണ്ടുവന്ന ചോദ്യം, ഒരു ചോദ്യം ചോദിക്കും, ഉപചോദ്യം ചോദിക്കും, എന്നിട്ട് അത് രേഖപ്പെടുത്തും. അതിനാ APയും TP ഇരിക്കേണ്ടി വന്നത്. എനിക്കറിയുന്നില്ല അബ്ദുറഹ്മാൻ സലഫി അന്വേഷണ സമിതിയുടെ ഭാഗമായിട്ടായി ചോദിക്കണത്. എന്റെ കാര്യത്തിൽ അന്വേഷണ സമിതിയെ നിശ്ചയിച്ചത് എന്നോട് പറഞ്ഞിട്ടില്ല. ആരാ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്? ഉളിക്കൽ പ്രസംഗം വിശ്വാക്കിയത് അബ്ദുറഹ്മാൻ സലഫി. എന്നിട്ട് ആരാ അന്വേഷണ സമിതി? അതും അബ്ദുറഹ്മാൻ സലഫി. ആരാ ജഡ്ജി? അതും അബ്ദുറഹ്മാൻ സലഫി. ആരാ വിധി പറഞ്ഞത്? അതും അബ്ദുറഹ്മാൻ സലഫി. ആരാ കുറ്റപത്രം തയ്യാറാക്കിയത്? അബ്ദുറഹ്മാൻ സലഫി. ആരാ അത് വിശദീകരിച്ചുകൊണ്ട് നടക്കുന്നത്? അതും അബ്ദുറഹ്മാൻ സലഫി. ഇത് നീതിയാണോ? 2009-ൽ എന്നെയും മുജാഹിദ് ബാലുശ്ശേരിയും പുറത്താക്കിയെന്ന് തേജസ്സിൽ വാർത്ത വന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്.
തേജസ്സിൽ വാർത്ത വന്ന് ഞാൻ AP യും TP ഒക്കെ പോയി കണ്ടു. അന്ന് മലപ്പുറം ഈസ്റ്റിലെ ചില പ്രവർത്തകർ TP കാണാൻ പോയപ്പോ പറഞ്ഞു, എന്താണ് സർ ഇത്? TP പറഞ്ഞു, എന്താ ചെയ്യാ, അബ്ദുറഹ്മാൻ സലഫിക്ക് ഒരേ വാശി, ജക്കരിയാനെ പുറത്താക്കണം. ആ ആളാണ് ഇപ്പൊ അന്വേഷണ സമിതിയായി വന്നത്. എനിക്ക് അദ്ദേഹത്തോടൊരു വ്യക്തി വിദ്വേഷവുമില്ല. അദ്ദേഹം എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. ഞാനും അദ്ദേഹവുമായി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദർശ വ്യതിയാന വിഷയങ്ങൾ വന്ന സന്ദർഭത്തിലൊക്കെ 2001 2002 ധാരാളമായി കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ 2009 നടപടിക്കാലത്തെ AP നോട് പോയിട്ട് പറഞ്ഞു, എന്താണ് പ്രശ്നം, നീ എവിടെയും ജിന്നും ശൈത്താനും പറഞ്ഞു നടക്കുകയാണ് എന്നാണ് എന്നെ കുറിച്ചുള്ള ആക്ഷേപം. ഞാൻ പറഞ്ഞു, ഇതൊരു പുതിയ വിഷയമല്ല സർ, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചെന്നുണ്ടോ ഇന്നത് പറയണമെന്ന്? 2002 മുതൽ മടവൂരികൾ ഇത് ആളുകൾക്കിടയിൽ പ്രസംഗിച്ച് ചളമാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി എല്ലാ ശബാബിലും നമുക്കെതിരെ ലേഖനാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ മുമ്പിലുള്ളൊരു ദാഴിയാണ് ഞാൻ. എന്നോട് ആളുകൾ ചോദിക്കും, പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ മടവൂരികൾ ഇങ്ങനെ പറഞ്ഞു, മറ്റോട് ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ നോട്ടീസ് ഇറക്കി. അഭിമാനമുള്ള പ്രവർത്തകർ അതിന് മറുപടി പറയണമെന്ന് ആവശ്യപ്പെടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ മറുപടിയിൽ, എന്റെ ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കല്ലേ വേണ്ടത്? എന്ന് മാത്രല്ല, നിങ്ങൾ ഇന്നത് പറയണം ഇന്നത് പറയരുതെന്ന് നിജപ്പെടുത്തി തന്നിട്ട് അത് നിങ്ങൾ നിജപ്പെടുത്തി തന്നതിനപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണ്. നിങ്ങൾ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, ഇന്നത് പറയണമെന്നും ഇന്നത് പറയേണ്ടെന്നും പറഞ്ഞു തന്നിട്ടില്ല. സ്വാഭാവികമായും ഒരു പുതിയ ചർച്ചാ വിഷയം എന്ന നിലയ്ക്ക് പഠിച്ചവരും പഠിക്കാത്തവരും പഠിച്ചവർ തമ്മിൽ തർക്കമൊക്കെ സ്വാഭാവികമല്ല സാർ. അതിനുണ്ടോ അകത്താക്കലും പുറത്താക്കലും? APക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, സർ നിങ്ങൾ ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞല്ലോ, ഞാൻ പല ഇസ്ലാഹി സെന്ററുകളിലും പോയിട്ടുണ്ട് ഈ കാലയളവിൽ. ഞാൻ എവിടെയെങ്കിലും ആളുകളെ വിളിച്ചുകൂട്ടി എന്റെ വക പ്രത്യേകം ഈ വിഷയം പ്രസംഗിച്ചിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി പ്രസംഗിച്ചു. അത് കാസറ്റ് ഇറക്കി മടവൂരികൾ ആഘോഷപൂർവ്വം കൊണ്ടു നടന്നു. അദ്ദേഹം റിയാദിൽ പോയി ആളുകളെ വിളിച്ചുകൂട്ടി ജിന്നും സീറും പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്ത തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്താൽ ഒന്നും പ്രശ്നമല്ല, നമ്മൾ ചെയ്താൽ ആ പ്രശ്നം. എന്നിട്ട് അതിനൊക്കെ ന്യായീകരിക്കുകയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇപ്പൊ ചെയ്യുന്നത്. തികഞ്ഞ അനീതിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഒന്നുണ്ട്, നേതൃത്വത്തെ തഖ്ലീദ് ചെയ്യലാണ് അദ്ദേഹത്തിന്റെ ആദർശം. അതാണ് AP കുറ്റി അങ്ങനെ വലുതാക്കി പറയും, TP കുറ്റി അങ്ങനെ വലുതാക്കി പറയും, അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവനാണ് ഞാൻ എന്ന് പറയും. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു അനുസരണം പരിചയമില്ല. മൂപ്പര് പ്രസംഗത്തില് ആളുകളെ വിളിച്ചുകൂട്ടി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആയത്തോതുന്നുണ്ട്. എന്തായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഖുർആനും സുന്നത്തും അനുസരിച്ച് നേതൃത്വം നൽകുന്നവരനുസരിക്കണം. അവിടെ നിർത്തി മൂപ്പര്. അതിന്റെ അപ്പുറം ഓതിയില്ല. അപ്പുറം ഓതിയാൽ അതിന്റെ ബാക്കി കിട്ടും. എന്താ? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ നേതൃത്വവുമായി വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അവിടെ എന്തേ ഉലുൽ അംറിനെ പറയാഞ്ഞത്? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം നിങ്ങൾ ഉലുൽ അംറിലേക്ക് മടക്കണം, നേതൃത്വത്തിലേക്ക് മടക്കണം. അവർ വോട്ടിനിട്ട് തീരുമാനിച്ച് പറഞ്ഞത് ചങ്ക് തൊടാതെ വിഴുങ്ങണം എന്ന് ഖുർആൻ പറഞ്ഞോ? എന്തേ മൗലവി അത് പറയാതിരുന്നത്? സാധാരണ പ്രവർത്തകർക്ക് അറിയുന്ന ആയത്തല്ലേ, നിങ്ങൾ എന്തേ അത് ഓതാതിരുന്നത്? ഞാൻ പറയുന്നത്, കേരളത്തിൽ മൊത്തം ഇത് വിശദീകരിക്കാനുണ്ടായ സാഹചര്യത്തിന് വ്യത്യസ്തമായി പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണ്. ഇടുക്കി ആയിരുന്നു മുമ്പ് വലിയ ജില്ല, ഇപ്പൊ നമ്മുടെ ജില്ല വലിയ ജില്ല. മുസ്ലിമീങ്ങൾ പൊതുവെ കുറവാണ്. എന്നിരുന്നാലും മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം വളരെ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ചൊരു വളർച്ച ഇല്ലാത്ത ജില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളർച്ച കുറഞ്ഞ, ദഅ്വാ രംഗത്ത് മുരടിച്ചു നിൽക്കുന്ന ഒരു ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞതിനൊക്കെയുള്ള കാരണം ഈ നാട്ടിലെ ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഇവിടെ ദഅവത്തിനേക്കാളൊക്കെ വലുത് വേറെ വലുതുമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്, കഴിഞ്ഞ കേന്ദ്രം ഇലക്ഷൻ കാലത്ത് മറ്റു ജില്ലകളിൽ ഉണ്ടായതുപോലുള്ള വോട്ടെടുപ്പും കലാപങ്ങളും ഒന്നും കേന്ദ്രം ഇലക്ഷനിൽ വല്ലാതെ ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ജില്ലയാണ്. എന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. ആര് പ്രസിഡന്റ് ആയാലും ആര് സെക്രട്ടറി ആയാലും എനിക്ക് പ്രശ്നമല്ല, ദഅവത്ത് മുടങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എന്നെ അറിയുന്ന, എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഈ ജില്ലയിലുണ്ട്. ഞാൻ ആരെങ്കിലും വിളിക്കുകയോ ക്യാൻവാസ് ചെയ്യുകയോ എന്റെ നിലപാട് വ്യക്താക്കാൻ വേണ്ടി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നലെയും ഞാനൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾ നേരിട്ട് ചില ആളുകളെയൊക്കെ വിളിക്കണം. ഞാൻ പറഞ്ഞു,
മടവൂരേറ്റ് പിരിഞ്ഞ കാലത്തും എൻ്റെ നയം ആളുകളെ ചാക്കിടുന്ന പരിപാടി. നമ്മൾ സത്യം പറയാനായിരിക്കും വിളിക്കണം, പക്ഷെ അവർക്ക് തോന്നും നമ്മളവരെ ക്യാൻവാസ് ചെയ്യാണ്. അത് വേണ്ട, ഇത് പരലോകത്തിന്റെ കാര്യമാണ്. എന്റെ പരലോകം വിചാരിച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത്, അവരവിടെ നിൽക്കുന്ന അവരെ പരലോകം വിചാരിച്ചിട്ടല്ലേ. വിഷയങ്ങൾ പരസ്യമായി പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേൾക്കട്ടെ, ചിന്തിക്കട്ടെ, പഠിക്കട്ടെ, അതാണ് നമ്മുടെ നയം. നമ്മളൊരിക്കലും ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഈ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെക്കുറിച്ചുള്ള 23 നടപടിക്രമം കേട്ടു. എന്നാൽ എനിക്ക് പറയാനുള്ള 30ഓളം കാര്യങ്ങൾ 2 കത്തുകളിലായി ഞാൻ KNM-ന്റെ കൗൺസിലിനും കൊടുത്തിട്ടുണ്ട്. ആ കത്ത് വായിച്ചിട്ടില്ല. മെയ് 22-ന് 5 മണിക്കൂർ ചർച്ച നടത്തി സന്തോഷത്തിൽ പിരിഞ്ഞതാ. കൈ കൊടുത്ത് നൂർഷയുമായി കെട്ടിപ്പിടിച്ച് എല്ലാവരും പറഞ്ഞു യോജിച്ചു പോണം, ഐക്യപ്പെടണം, മഞ്ഞുരുകി എന്ന് ഞാൻ വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ പ്രവർത്തകർ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ചർച്ച? ഓ, വളരെ നന്നായിരുന്നു, യോജിച്ചു പോകണം, ഐക്യപ്പെടണം, നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾ മെസ്സേജ് അയച്ചു, സക്കരിയ സലാഹിയുമായുള്ള പ്രശ്നം തീർന്നു, വീണ്ടും അദ്ദേഹം ദഅ്വാ രംഗത്തേക്ക്. ഉടനെ അബ്ദുറഹ്മാൻ സലഫി CD ടവറിലെത്തി ഒരു സർക്കുലർ കൂടി അയപ്പിച്ചു, സക്കരിയ സലാഹിയുടെ പ്രശ്നം തീർന്നിട്ടില്ല, മൊഴി എടുത്തിട്ടേ ഉള്ളൂ. വീണ്ടും എന്നെ അപമാനിച്ചു. ഒരു കുട്ടി മെസ്സേജ്, എത്ര ആളിവിടെ എന്തെല്ലാം മെസ്സേജ് അയക്കണേ, എന്നൊക്കെ സർക്കുലർ അയക്കലുണ്ടോ നോക്കണം നിങ്ങള്. അത് കഴിഞ്ഞ് 22-ാം തീയതി കഴിഞ്ഞ് മെയ് 22 കഴിഞ്ഞ് ജൂലൈ 18-നാണ് പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നത്. തിരിച്ചെടുക്കാൻ തീരുമാനിച്ച എന്താ കാരണം? 6 മാസം ഞാൻ ക്ഷമിച്ചും സഹിച്ചും ഇരുന്നു. ഭരണസമിതിയുടെ അച്ചടക്ക തീരുമാനത്തിനെതിരെ ഒന്നും പ്രവർത്തിച്ചില്ല. പലരും പ്രസംഗിക്കാൻ വിളിച്ചു, ഞങ്ങൾ സ്റ്റേജ് കെട്ടിത്തരാം, ഞങ്ങൾ പറഞ്ഞോളി, എത്ര മാസമായി ഈ ദഅവത്ത് മുടക്കുന്നു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പാടില്ല, KNM-ന്റെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രസംഗിക്കൂല, എനിക്ക് സ്റ്റേജ് കെട്ടിത്തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എല്ലാ നിലക്കും അടക്കത്തിലും ഒതുക്കത്തിലും ക്ഷമിച്ചും സഹിച്ചും അവഹേളനങ്ങൾ കേട്ടും ഞാൻ കഴിച്ചു കൂട്ടിയത് കൊണ്ട് എന്നെ തിരിച്ചെടുക്കുകയല്ലാതെ നിർവാഹമില്ല. എനിക്കെതിരിൽ ഒരു തെളിവും ബാക്കിയില്ല. അല്ലാതെ അവരെ ഓശാരമായിട്ടല്ല, ഒരു തെളിവും ജനങ്ങളുടെ മുമ്പിൽ പറയാവുന്ന ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ട് 18-ാം തീയതി തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഈ 5 മണിക്കൂർ വിചാരണ കഴിഞ്ഞിട്ട് ആദ്യം 5-ാം തീയതി കൊണ്ടുപോയി 6 പേജ് വിശദീകരണം കൊടുത്തു. അതിന് പുറം 5 മണിക്കൂർ വിചാരണ കഴിഞ്ഞു. എന്നിട്ടും 2 മാസം എഴഞ്ഞു നീങ്ങി. അന്വേഷണ സമിതി അന്വേഷണം പൂർത്തിയാക്കായിരുന്നു. ഇത്രേ ആരോട് അന്വേഷിച്ചു? എന്നോട് അന്വേഷിച്ചിട്ടില്ല, നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചിരിക്കും. അപ്പൊ ഏകപക്ഷീയമായിട്ടൊരു അന്വേഷണ സമിതി ഉള്ളത് തന്നെ ഞാൻ അറിയുന്നില്ല. 18-ാം തീയതി ഇങ്ങനെ തിരിച്ചെടുക്കാൻ തീരുമാനമുണ്ടായി എന്ന് കേട്ടപ്പോ സ്വാഭാവികമായും അൽഹംദുലില്ലാഹ് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് സംഘടന പ്രശ്നം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ 21-ാം തീയതി ഒരു വാറണ്ട് കൊണ്ട് ആരുമില്ല. എന്താ വാറണ്ട്? കൂടിക്കാഴ്ചക്ക് വീണ്ടും CD ടവറിൽ ചെല്ലണം 28-ാം തീയതി, 27-ാം തീയതി ഒരു ഡേറ്റ്, ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പോ തിരിച്ചെടുത്തു എന്ന വാർത്ത അറിയിക്കാനായിരിക്കും കത്തുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ വീണ്ടും കൂടിക്കാഴ്ച. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് അവർ പ്രചരിപ്പിച്ചു. അപ്പൊ ഞാൻ എന്നെ തിരിച്ചെടുത്തു എന്ന് വാർത്ത വന്നപ്പോ അവരെ ഗ്രൂപ്പിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായി. എന്താ ഈ പറയുന്നത്? ശിർക്കുള്ള ഒരാൾ തിരിച്ചെടുക്കുക, അത് പറ്റൂല, അത് നമുക്ക് മാനക്കേടാ. നമ്മൾ ഇതുവരെ പറഞ്ഞൊക്കെ കളവാന്ന് വരൂലേ? അയാളെ തിരിച്ചെടുത്താല് അയാൾ ശിർക്കിക്ക് പോയി 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 നമ്മൾ ഇത്ര കാലം പറഞ്ഞിട്ട്. അങ്ങനെ ഗ്രൂപ്പിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ അബ്ദുറഹ്മാൻ സലഫിയും അന്വേഷണ സമിതിയുടെ മറവിൽ കുറെ നിബന്ധനകൾ എഴുതി ഉണ്ടാക്കി. ആ നിബന്ധനയിൽ എന്താ ഉള്ളത് എന്നറിയോ? ഞാനിവിടെ പുറത്ത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, 10 രൂപ കൊടുത്താൽ ഒരു ചെറിയ പുസ്തകം, എന്റെ 2 കത്തുകൾ ഉൾക്കൊള്ളുന്ന ആ പുസ്തകത്തിൽ 2 കത്തുകളും നിബന്ധനയുമാണുള്ളത്. എന്താ നിബന്ധന? നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. എനിക്ക് പറയാനുള്ള 30ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിലുണ്ട്. 23 മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. KK സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ആയത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KNM-ന് സമർപ്പിക്കുകയും KJU-വിന്റെ അംഗീകാരത്തോടെ വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. കണ്ടോ? അപ്പൊ ഇതിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ചർച്ചയും വാദപ്പൊതുവും അതൊന്നുമില്ല. ഇതിന്റെ അടിയിൽ ഒപ്പിടുന്നുണ്ടോ ഇല്ലേ? അപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് KK സക്കരിയ സലഫി പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങണം.
എന്നിട്ട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ലേഖനം. അപ്പൊ എന്തായി? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നൊരു വാദം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അംഗീകരിച്ചു കൊടുക്കല. അതിന്റെ അടിയിൽ ഒപ്പിടുന്നെന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടീനെ ഇവിടെ പ്രസംഗിച്ചതാണ്. വളരെ ന്യായമായ, വളരെ മാന്യമായ ഒരു നിബന്ധനയാണത്. നല്ല മാന്യ. എന്നെ കുറിച്ച് എനിക്കില്ലാത്ത വാദം എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയാ. എന്നിട്ടൊരു ജില്ലാ സെക്രട്ടറി മെമ്പറിൽ കയറുന്ന ആള് പറയാണ് വളരെ മാന്യമായ, സക്കരിയ സലാഹി തന്നെ വർഷങ്ങളായി ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ തീർക്കാനല്ലേ വിചിന്തനത്തിൽ ലേഖനം എഴുതാൻ പറഞ്ഞത് എന്നാണ് ബഹുമാന്യനായ പി പി ഉണ്ണിയൻകുട്ടി മൗലവി ആളുകളെ ഇരുത്തി പ്രസംഗിക്കുന്നത്. മൗലവി, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ വർഷങ്ങളായി സക്കരിയ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി? 2011 ഇലക്ഷനോടനുബന്ധിച്ച് അബ്ദുറഹ്മാൻ സലഫി വലിച്ചിട്ടൊരു വിഷയമാണിത്. മുജാഹിദുകളെ ഭിന്നിപ്പിക്കാനും സംഘടന പിടിച്ചെടുക്കാനും. എന്നിട്ട് വർഷങ്ങളായി ഞാനുണ്ടാക്കിയ ആശയക്കുഴപ്പമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? പരലോകത്തെ ഭയപ്പെടുന്നില്ലേ മൗലവി? എത്ര എത്ര ത്യാഗം സഹിക്കുന്ന ആളാ നിങ്ങൾ. രാവിലെ 5:30 വീട്ടിൽ നിന്നിറങ്ങി രാത്രി 12 മണി വരെ അധ്വാനിക്കാണ്, പൊതുപ്രവർത്തനത്തിലാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അമല് നഷ്ടപ്പെടുത്തണോ? കേവലം നേതൃത്വത്തിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇല്ലാത്ത കളവുകൾ പറയുകയാണോ? ഞാൻ വർഷങ്ങളായി ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ എവിടെ വെച്ചെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? എന്റെ കുറ്റപത്രത്തിൽ തന്നെ 2011 മുതൽക്കാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയം കടന്നു വരുന്നത്. 2012 ജനുവരിയിൽ നിലവിൽ വരുന്ന KNM സമിതി, അത് നിലവിൽ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ 11 ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് ആഗസ്റ്റ് മാസത്തിൽ 2011. അതിന്റെ 2 മാസം മുമ്പ് CD ടവറിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നു. ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തത് ആരൊക്കെയാ? അബ്ദുറഹ്മാൻ സലഫിയ വിളിച്ചുകൂട്ടിയത് എന്ന് KKP അബ്ദുള്ള പറയുന്നു. KKP അബ്ദുള്ള എന്ന മടവൂരി ചാരൻ നാളെ കണ്ണൂർ പ്രസംഗിക്കാം മടവൂരികളെ മീറ്റിംഗിൽ. കഴിഞ്ഞ പെരുന്നാൾക്ക് മടവൂരികളെ പള്ളിയിലാണ് പുത്തു നടത്തിയത്. കാരണം മടവൂരികളുമായി നമ്മൾ ആദർശപരമായ പോരാട്ടം തന്നെ നടത്തി. ജിന്നും സിഗറും വലിച്ചിട്ട് അവർ ആളുകളെ തശ്വീശാക്കിയപ്പോ, അങ്ങാടിയിൽ അത് വിഷയമാക്കിയപ്പോ നമ്മൾ അവരെ പ്രമാണങ്ങൾ കൊണ്ട് നേരിട്ടു. അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ ക്ലച്ച് പിടിക്കാതെ പോയ അവരുടെ ആ വാദം മുജാഹിദുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ തന്നെ രണ്ടാമതെടുത്തിട്ടു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ചാരനായിരുന്നു KKP അബ്ദുള്ള. മടവൂരികൾ കൊണ്ടു നടന്ന കട്ടുമുടിച്ച ക്ലിപ്പുകളുള്ള ഒരു വ്യാജ CD അത് KKP അബ്ദുള്ള ഏൽപ്പിച്ചു. അവനത് അവന്റെ യൂണിറ്റിലും മേഖലയിലും ജില്ലയിലും പിന്നെ സംസ്ഥാനത്തും പ്രചരിപ്പിച്ചു. KNM സംസ്ഥാന കൗൺസിൽ നടക്കുമ്പോൾ അബ്ദുൽ ലത്തീഫ് വെള്ളൂർ എന്ന പയ്യന്നൂരിലെ ഈ കോക്കസിന്റെ ഒരു കൗൺസിലർ, അയാൾ കോഴിക്കോട്ട് ഒരു പ്രവർത്തകനെ വിളിച്ച് KNM കൗൺസിലർമാർക്ക് മുഴുവനും ആ CD വിതരണം ചെയ്തു. നോക്കൂ നിങ്ങൾ, എന്താണ് മടവൂരികൾ ഉദ്ദേശിച്ചത്? അതിവിടെ നടന്നു കഴിഞ്ഞു. അവരെ ചാരപ്പണി വിജയിച്ചു. അങ്ങനെ KKP അബ്ദുള്ള പുറത്തു ഇനിയിപ്പോ അവന്റെ ആവശ്യമില്ലല്ലോ. അവൻ മടവൂരിസത്തിൽ പരസ്യമായി പ്രസംഗരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആ KKP അബ്ദുള്ള പറയാണ്, ഞാൻ പണ്ഡിതന്മാരെ കാണിക്കാൻ ഈ CD കൊണ്ടുപോയപ്പോ അതിനെനിക്ക് സൗകര്യം ചെയ്ത അബ്ദുറഹ്മാൻ സലഫിയാണ്. 40ഓളം KNMന്റെ പണ്ഡിതന്മാരെ ഈ കട്ടുമുറിച്ച ക്ലിപ്പുകളുള്ള CD ഞാൻ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴേക്കെന്നെ സലഫി ഫോൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടാകും. ഞങ്ങളെ പേടിച്ചിട്ടൊന്നല്ല, സലഫിനെ പേടിച്ചിട്ട് അവരൊക്കെ അത് കണ്ടു. ഇതല്ലേ ഇവിടെ നടന്നത്? അതാണ് ഭിന്നിപ്പുണ്ടാക്കിയത്. ആ കട്ടുമുറിച്ച ക്ലിപ്പുകളാണ് ഉണ്ണിയൻകുട്ടി മൗലവി അടക്കമുള്ളവർ കണ്ടിട്ടുള്ളത്. മൂപ്പര് വളരെ വട്ടം പറയുന്നുണ്ട്, ഞാൻ ഒരു കാസറ്റും ഫുള്ള് കേൾക്കലില്ല. ആകപ്പാടെന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടത് സക്കരിയ സലാഹിന്റെ ചെങ്ങലീരി പ്രസംഗം. അതെന്നെ എനിക്കിഷ്ടണ്ടായിട്ട് കേട്ടതല്ല. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഉണ്ണിയൻകുട്ടി നീ ഒന്ന് കേക്ക്. അതിന് മുമ്പും ഞാനൊരു കാസറ്റ് കേട്ടില്ല, ശേഷം ഒരു കാസറ്റ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. എന്നിട്ട് ആ മൂപ്പരാണ് നമ്മളെ പറ്റി വർഷങ്ങളായി നമ്മൾ വസുവാസം ഉണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി പ്രസംഗിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? പണ്ടൊരാൾ പറഞ്ഞു അയലമീൻ നല്ല മീനാണ്. ആരെ പറഞ്ഞു വെച്ചു? എന്റെ അളിയന്റെ അളിയൻ എവിടുന്നോ തിന്നിട്ട് എന്നോട് അളിയനോട് പറഞ്ഞതാണ്. അവൻ തിന്നിട്ടില്ല, അവന്റെ അളിയനും തിന്നിട്ടില്ല, അളിയന്റെ അളിയൻ തിന്നിട്ട് പറഞ്ഞാണ് നല്ല മീനാണ്. ഈ ജാതി വർത്താനാണോ ഒരു മതരംഗത്തുള്ള ആളുകൾ പറയേണ്ടത്? സുഹൃത്തുക്കളെ, 16/9/2012 ഇവിടെ വിളിച്ചു കൂട്ടിയ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാരും വേറെ ചിലരും സലഫി സ്കൂളിൽ വെച്ച് മൗലവി നേരിട്ട് വിളിച്ചതാ. സംശയം ദൂരീകരിക്കാൻ നിങ്ങൾ എല്ലാ സംശയവും തീർത്തു തരാൻ വരണമെന്ന് പറഞ്ഞിട്ട് 10:30 മുതൽ 1:45 വരെ മൂപ്പര പ്രസംഗ. 3.25 മണിക്കൂർ മൂപ്പര് പറയണ്ട്, എനിക്കിപ്പോ ഖുത്ബ നടത്താനും കൂടി വയ്യ, അത്രയും ക്ഷീണത്തിലാണ് ഞാൻ. ആ ആളാ 3.25 മണിക്കൂർ പ്രസംഗിക്കണേ. ചോദ്യം ചോദിച്ചാൽ പറയും, എനിക്കങ്ങനെ വാദപ്രതിയാത്രനൊന്നും പറ്റൂല. പിന്നെ എന്തിനാ ആളുകളെ വിളിച്ചു കൂട്ടിയത്? 1 മണിയായപ്പോൾ ആളുകൾ പറഞ്ഞ് ചില സംശയങ്ങൾ ചോദിക്കാണ്. ഇവിടെ സംശയ നിവാരണമൊന്നുമില്ല.
ഇവിടെ വാദപ്രതിവാദമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ പിന്നെ പരിഗണിക്കാം. കണ്ടോ? അപ്പൊ ഈ രൂപത്തിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തുന്നത്. ഞാൻ പറയട്ടെ, ജൂലൈ 18 അവരെന്നെ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. പിന്നെ എന്നെ വിളിപ്പിച്ചു. എനിക്കില്ലാത്ത വാദം എഴുതി അതിനടിയിൽ ഒപ്പിടാൻ പറഞ്ഞു. ശിർക്കൻ വാദം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്താൽ സംഘടനയിൽ നിർത്തും. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എഴുതി, മേൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ആലോചിക്കാനും പഠിക്കാനും സമയം ആവശ്യമാണ്. ഇത് വായിച്ചിട്ട് നീങ്കുട്ടിയോലി പറയാണ്, എത്ര 5 കൊല്ലം 6 കൊല്ലം ഇയാൾ പഠിക്കണേ, എന്താ ഇയാൾക്ക് പഠിക്കാനുള്ളത്? ഇത് പഠിച്ച് തലതിരിയാണ്. എന്താ റമദാൻ മാസത്തിൽ എന്നെ വിളിച്ചത് എനിക്കില്ലാത്ത വാദം പറഞ്ഞ് ഒപ്പിടാൻ. തർക്കിക്കാനും നിൽക്കണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ. അപ്പൊ ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വാദം എനിക്കുണ്ടായിരുന്നു. അതിന് ഞാൻ ഖേദിച്ചു മടങ്ങി തിരുത്തി. അപ്പൊ അവർ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താനാണ്. അയാൾക്ക് ശിർക്കൻ വാദം ഉണ്ടായിരുന്നു, ഇപ്പൊ അയാൾ ഇന്ന് ഖേദിച്ചു മടങ്ങിയതാണ് എന്ന് വരുത്താൻ വേണ്ടി. പിന്നെ ഖത്തറിലും സൗദിയിലും ഞാൻ പ്രസംഗിച്ചുകൊണ്ട് അച്ചടക്ക ലംഘനം നടത്തി. മേലിൽ ഭരണസമിതിയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പിന്നെ വേറൊന്ന്, കെ സക്കരിയ സലാഹി ബോധിപ്പിക്കുന്നത് എന്നുകൊണ്ട് വേറെ കടലാസൊക്കെ അവരച്ചടിച്ചു കൊടുത്തിരിക്കുക. ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്റെ സംസാരങ്ങളിലും ലേഖനങ്ങളിലും വന്ന പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അതുവഴി ആദർശ ബന്ധുക്കൾക്കുണ്ടായ ആശയക്കുഴപ്പത്തിലും പ്രസ്ഥാനത്തിനുണ്ടായ പ്രയാസങ്ങളിലും എനിക്കതിയായ ദുഃഖമുണ്ട്. ഇതിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ എന്തായി? എന്റെ എഴുത്തിലും പ്രസംഗത്തിലൊക്കെ ജിന്നിനുള്ള സഹായതേട്ടത്തെക്കുറിച്ചും ജിന്നുബാധയുള്ള ചികിത്സയെ സംബന്ധിച്ച് പ്രമാണവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിലും എനിക്ക് തെളിയിച്ചു തരിക. എനിക്ക് തെളിയിച്ചു തന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എന്നിട്ട് ഞാനത് അംഗീകരിച്ചാൽ എനിക്ക് ഖേദിച്ചു മടങ്ങാൻ പറ്റുള്ളൂ. തെറ്റ് ബോധ്യപ്പെട്ടാൽ. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ചോദിക്കുമ്പോ എന്ത് പറയാ? അയാളെ തിരിച്ചെടുക്കാൻ ചെറിയ ചില നിബന്ധനകൾ, മാന്യമായ ചില നിബന്ധനകൾ വെച്ചു. ന്യായമായ, അതുപോലെ അയാൾ ഒപ്പിട്ടില്ല. ഞങ്ങൾ അയാളെ തിരിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ അടിയിൽ എഴുതിയത്, ഇതെനിക്ക് പെട്ടെന്ന് ഒപ്പിടാൻ പറ്റൂല, പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. അങ്ങനെ ആഗസ്റ്റ് 22 എക്സിക്യൂട്ടീവ് ചേരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ മൗലവി പറയാ, പിന്നെ 1 മാസം പഠിക്കാൻ സമയം വന്നിട്ട് 1 മാസം കഴിഞ്ഞു, എന്നിട്ടും ഇയാൾ പഠിച്ചില്ല. 1 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ മൗലവി. 31-ാം തീയതി അല്ലേ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്? 31/7 അല്ലേ? 31/7 കഴിഞ്ഞിട്ട് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് 2 സാറ് നോമ്പിലടക്കാണ് അടിയന്തര എക്സിക്യൂട്ടീവ്. അതൊക്കെ അത്ര മനസ്സിലാക്കിയ ചില കണക്കൂട്ടലാണ്. എക്സിക്യൂട്ടീവ് ഇന്ന ദിവസം, കൗൺസിൽ ഇന്ന ദിവസം, വിശുദ്ധ മുഖാമുഖ ഇന്ന ദിവസം, നേരെ പുറത്തേക്ക് ആ തീരുമാനമായി. അപ്പൊ ഞാൻ അറിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? എന്തുകൊണ്ട് ഞാൻ അന്ന് ആ നിബന്ധനകളിൽ ഒപ്പിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്ത് തയ്യാറാക്കി അന്ന് രാവിലെ TPയുടെ വീട്ടിൽ പോയി. എന്നിട്ട് ഞാൻ വായിച്ചു കൊടുത്തു, സർ, അന്ന് KJU മീറ്റിംഗിൽ നിങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ, ജിന്നിനോട് ഒരു സഹായവും തേടാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരുടെ വാദം ഹറാമാണ്. പിന്നെ പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ അത് ശിർക്കുമാണ്. പിന്നെ ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയോ അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ വാതിൽ അടക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സക്കരിയാക്കും സംശയമില്ലല്ലോ. ഇല്ലല്ലോ. വസീലത്ത് ശിർക്ക, ശിർക്കിലേക്കുള്ള മാർഗമാണെന്ന് പറയാം. എങ്കിൽ പിന്നെ ശിർക്കാണെന്ന ഞങ്ങളുടെ വാദത്തിന്റെ അടിയിൽ ഒപ്പിടാൻ എന്താ പ്രയാസം എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞെന്താ? ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നൊരു വാദം എനിക്കുണ്ട് എന്നാണ്. അതാണ് നിർബന്ധിച്ച് ഒപ്പിടിച്ചത് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആർക്കും, മുജാഹിദ് പ്രവർത്തകരിൽ ആർക്കും ജിന്നിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അഭിപ്രായമില്ല. ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവിൽപ്പെട്ടതെന്നോ കഴിവിൽപ്പെടാത്തതെന്നോ ഒരു കാര്യവും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ എവിടെ വെച്ചും ഒരു ജിന്നിനോട് ഒരു മലക്കിനോട് ഒന്നും ചോദിക്കാൻ പാടില്ല. വളരെ വ്യക്തമായി നമ്മൾ ഇതൊക്കെ ജനങ്ങളോട് പ്രസംഗിച്ചും പ്രബോധനം ചെയ്ത് നടക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇല്ലാത്ത വാദം നമുക്കുണ്ടെന്ന് പറഞ്ഞ് പുതിയ പുതിയ വസ്വാസികൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയാണ്. നമുക്കങ്ങനെ ഇല്ലാത്ത വാദമാണത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ജില്ലയിൽ നടന്ന സ്വാഗത സംഘം മീറ്റിംഗിൽ വരെ അന്നത്തെ യോഗം മുതൽ പരോക്ഷമായി ഉണ്ണിയൻകുട്ടികൾ വിശദീകരിക്കാൻ തുടങ്ങി. ഉപരി പറയുകയാണ്, എല്ലാ സമ്മേളനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് സമ്മേളനങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ പറഞ്ഞ് ഇതാ ഈ സമ്മേളനത്തിന് മുമ്പും വലിയൊരു പ്രതിസന്ധി വരാൻ പോകുന്നു. അവിടെ പറഞ്ഞ് നിർത്തി.
അത് കഴിഞ്ഞ് പിന്നെ മൂപ്പര് മണ്ഡലങ്ങളിലേക്ക് സ്വന്തം ഡേറ്റ് കൊടുക്കുകയാണ്. ഞാൻ തന്നെ വരും, ഓരോ മണ്ഡലത്തിൽ മൂപ്പരിന്റെ ഡേറ്റ് കൊടുത്തിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വിശദീകരിക്കുകയാണ്. എന്താണ് വരാൻ പോകുന്ന പ്രശ്നമെന്ന് പ്രസിഡന്റും സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് മെമ്പറേയും ഒക്കെ ഉൾപ്പെടുത്തി മൂപ്പര് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞു, സക്കരിയ സലാഹിക്ക് ജിന്നുകളോട് സഹായം തേടാൻ പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട്. എന്താ തെളിവ് വെച്ചു? അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്. ആ പ്രബന്ധത്തിൽ കാണിച്ചു കൊടുത്തു. അവരെങ്ങനെ പ്രസംഗിച്ചു പോകാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പാലക്കാട് ജില്ലയിൽ എന്നല്ല, മൊത്തത്തിൽ സംസ്ഥാനത്തെ മീറ്റിങ്ങുകളുടെ അവസ്ഥ ഒരു റേഡിയോ പ്രക്ഷേപണം മാതിരി ഇങ്ങനെ കേക്കല് മാത്രം, ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന ഇങ്ങനെ കേട്ട് റേഡിയോനോട് ആരും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. റേഡിയോ പ്രക്ഷേപണം പോലെ കേട്ട് എണീറ്റ് പോരുക, ചോദിക്കാൻ പാടില്ല. ഈ ഒരു സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പില്ലാത്തതാണ്. ഷൂറ എന്ന് പറയുന്നത്, കൂടിയാലോചന എന്ന് പറയുന്നത് ഇല്ല. അങ്ങനത്തെ കുറെ ആളുകൾ റാൻമൂളികളായ ഒന്നും ചോദിക്കാത്ത ആളുകളാണെങ്കിൽ അവൻ അടുത്ത കൊല്ലം പ്രസിഡന്റ് സെക്രട്ടറി ആക്കും. കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഷൂറയെ ബഹുമാനിക്കുന്നവർ, അവർക്ക് സംഘടനയിൽ സ്ഥാനമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ പല മീറ്റിങ്ങും രാവിലെ 10 മണിക്ക് വിളിച്ചാൽ ഒരു 1:30-1:45 വരെ അങ്ങ് വലിച്ച് നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ചോറ് അപ്പുറത്തോടെ കൊടുന്നു വെക്കും. എന്നിട്ട് ചോദിക്കാൻ നേരം വൈകി, ആളുകൾക്ക് വിശക്കുണ്ട്, നിസ്കരിക്കാൻ സമയം അതിക്രമിച്ചു, പെട്ടെന്ന് അവസാനിപ്പിച്ചു, ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇതെല്ലാം ഓർഗനൈസേഷൻ ട്രിക്ക് എന്ന് അതിന് പറയാം. ഇതൊക്കെ നല്ലോണം പഠിച്ച ആളാണ് ഉണ്ണിക്കുട്ടി മൗലവി. അബ്ദുറഹ്മാൻ സലഫിനെ പോലെ തന്നെ ഇവിടെ പലരും പറയും, ഇവിടെ അബ്ദുറഹ്മാൻ സലഫി ഇല്ലല്ലോ. അബ്ദുറഹ്മാൻ സലഫിന്റെ അതേ പണിയെടുക്കാൻ പറ്റിയ ജില്ലാ സെക്രട്ടറി ഉണ്ടാകുമ്പോ സലഫിനോട് പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളത് വേണ്ടതുപോലെ നടപ്പിലാക്കിക്കൊള്ളാം. അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും ചെയ്യുന്ന പണി ഉണ്ണിക്കുട്ടി മൗലവിയും കോക്കസും ഇവിടെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്തിനാ ഞാൻ അബ്ദുറഹ്മാൻ സലഫിന്റെ ആവശ്യം? ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട്. അത് കൂടി ഇതും കൂടി കൂടിയത് മാത്രം മൂപ്പര് പ്രസംഗിക്കൂന. ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പോകുന്ന പ്രത്യേകിച്ച് ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൽ പോകുന്ന ആയിരക്കണക്കായ ആളുകളെ അവരുടെ സിഫത്ത് വിശേഷം പറഞ്ഞിട്ടുള്ളത്, അവർ മന്ത്രിക്കുകയില്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെടില്ല. എന്നിട്ട് മൂപ്പര് പറയാണ്, ഇപ്പൊ നമ്മൾ കിടക്കുമ്പോ വരെ കയ്യിൽ ഓതിയിട്ട് അതുപോലും ജായിസാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു ജില്ലാ സെക്രട്ടറി പ്രസംഗിക്കാതെ അതുപോലും ജായിസേ ഉള്ളൂ. പിന്നെ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് ഉയർത്തിപ്പിടിച്ചിട്ട് ഉണ്ണിക്കുട്ടിയെ പറയാത്രേ, സക്കരിയ സലാഹിന്റെ മുഴുവൻ വാദങ്ങൾക്കും ഇതിൽ മറുപടി ഉണ്ട്. എന്താ എന്റെ വാദം, എന്താ എന്ന മറുപടി, അതൊന്നും ആളുകൾക്കറിയില്ല. പുകമറിയാണ്. 1944 അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ പുസ്തകത്തിൽ സക്കരിയ സലാഹിക്ക് വാദം. ഞാൻ ജനിക്കണ 1966. നിങ്ങൾ ആലോചിച്ച് നോക്കണം തട്ടിപ്പിന്റെ രൂപം. പിന്നെ സംശയ നിവാരണം ഇല്ല എന്ന് പറഞ്ഞപ്പോ 1:40 വരെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടപ്പോ ആളുകൾ എണീറ്റു. അതിൽ മൂപ്പര് പറയാണ്, ഈ യോഗത്തിന്റെ സ്വാഗതവും മുഖ്യപ്രഭാഷണവും നന്ദിയും പിരിച്ചുവിടലും ഒക്കെ ഞാൻ തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തലയും താത്തി ഒറ്റപ്പോക്ക്. എന്നെ കുറിച്ച് ശിർക്കാരോപണം നടത്തി പല വിധത്തിലുള്ള ആരോപണങ്ങളും മേലെന്ന് കേട്ടതൊക്കെ തത്തമേ പൂച്ച പോലെ തന്റെ വക വെള്ളം ചേർത്ത് ഇവിടെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കാൻ പോലും ഉത്തരം അപ്പ പറയേണ്ട, ആലോചിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിനെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. നല്ലത് കേൾക്കണ്ടേ? കേൾക്കാൻ പോലും നിന്നില്ല. ബഹളമായി. ഇത് മാത്രല്ല, ചില ആളുകൾ അവിടെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലാത്ത വേറെ ചില ശിങ്കിടികൾ വരും. പാലക്കാട് KNM മീറ്റിങ്ങിൽ അങ്ങനെ ഉണ്ട്. ചില ശിങ്കിടികൾ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ തിരിഞ്ഞളിക്കണം. അവർ ബഹളത്തിൽ ഇടപെടുക. എന്താ ഇവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടക്കൂ, അതിന് പറ്റാത്തൊരു സംഘടനയിൽ നിന്ന് രാജിവെച്ചാൽ പൊയ്ക്കോളീ. കണ്ടോ? ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതിയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ യോഗം പിരിച്ചുവിട്ടു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് പിന്നെ ആളുകൾ കിതാബ് കേട്ട് ഹംസാ ബാഖവി ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇങ്ങനെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഒരു ദുർബലമായ ഹദീസ്, അതിന് ശിർക്കില്ലാന്ന് അനസ് മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫി ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ ഒരു പുതിയ വിവാദം? അപ്പൊ മൂപ്പര് പറയും അത് ഇരിക്കാൻ പറഞ്ഞ്. പിന്നെ മൂപ്പർക്ക് ഉത്തരം കിട്ടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞു. അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല, ഇവിടെ ജില്ലയിൽ മുഖാമുഖം വെക്കുന്നുണ്ട്, അന്ന് വന്നിട്ട് ചോദിച്ചോളൂ. പിന്നെ 2 മണി കഴിഞ്ഞ് അഹമ്മദ് അലി മദനി വന്നു. ഫണ്ട് ഉദ്ഘാടനം എന്നാണ് യോഗത്തിന്റെ പേര്. ഇയാളും 2 മണിക്കൂർ ജിന്നും ശൈത്താനും സീറും ഉണ്ണിക്കുട്ടി മൗലവി പറഞ്ഞു തന്നെ വീണ്ടും 2-2.5 മണിക്കൂർ. ചേകനൂരിനെ പറ്റി പറഞ്ഞാൽ തുടങ്ങി. ചേകനൂർ വലിയ ആളായിരുന്നു, നമുക്കൊരു വാദപ്രചാരണം നടത്തിയ ആളായിരുന്നു. അയാൾ പോയിട്ട് ഇപ്പൊ എന്തുണ്ടായി, നമുക്ക് CN പോയി എന്തുണ്ടായി. അപ്പൊ എനിക്ക് ഇന്നാണ് ചേർത്താളെ. അപ്പൊ കറുത്ത കാലത്ത് തുടങ്ങിയൊരു പ്രസംഗ
കണ്ടോ? എന്നിട്ട് ഇയാൾ തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതുക, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. ഖുലിദുല്ലദീന ഖുറാഫികൾക്ക് ഇതിൽ ഓതുക, ആയത്ത് ഇങ്ങനെ ഓതുക. അപ്പൊ ആളുകൾ എന്തിനാ മൗലവി ഇതൊക്കെ ഇവിടെ ഓതുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ട് അങ്ങനത്തെ? നിങ്ങൾക്ക് ആയത്ത് ഓതനാ പറ്റാത്ത, എന്നാ ഞാൻ ആയത്ത് ഓതുന്നില്ല. കണ്ടോ കോട്ടിമാട്ടിലുണ്ടോ? അയാൾക്ക് അല്ലെങ്കിൽ തന്നെ വക്കീലിന്റെ സ്വരത്തിൽ അയാൾ സംസാരിക്കല്ലേ, നേരായ മൊത്തത്തിൽ അയാൾ വിചാരപ്പത് KTF മീറ്റിംഗ് ആണ്. പഴയ അറബി മാഷന്മാരെ മേക്കണ പണിയെന്ന് മൂപ്പർക്ക് കുറെ കാലം. മുൻഷികളെ തട്ടിമുട്ടി ഓറിയന്റൽ SLC പാസ്സായ കുറെ ആളെ അവരെ മേച്ചിരിക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ച അധികാരി സ്വരം മൂപ്പരിപ്പോ ഈ സംഘടനയിൽ എടുക്കണമെന്ന് മാത്രം. അത് മൂപ്പരെ പല യോഗത്തിലും മൂപ്പര് അങ്ങനെ പെരുമാറല്ലോ. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങളിപ്പോ ഇങ്ങനെ വിശദീകരിച്ചല്ലോ, ഇതിൽ KNM ആളുകൾ മാത്രമേ ഉള്ളൂ, MSM ISM ഒക്കെ നമ്മളെ പ്രവർത്തനം, അവർക്കൊന്നും ജിന്നു ചെയ്താനും മനസ്സിലാകണ്ടേ? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പോഴും മൂപ്പര് ആലോചന തീർന്നിട്ടില്ല, നീക്കുട്ടി മൗലവിന്റെ ആലോചന തീർന്നിട്ടില്ല. നോക്കിക്കളെ, ഈ രൂപത്തിലാണ്. എന്നിട്ട് മൂപ്പര് ആളുകളെ നേരിട്ട് ഫോൺ ചെയ്ത് പറയാണ്, നിങ്ങൾ പോകാൻ പാടില്ല സക്കരിയ സലാഹിന്റെ പരിപാടിക്ക്, സഹകരിക്കാൻ പാടില്ല സക്കരിയ സലാഹിന്റെ പരിപാടിക്ക്. ഈ രൂപത്തിൽ മഞ്ചേരി മീറ്റിങ്ങിന് മൂപ്പര് വിളിച്ചു പറയാ, പാലക്കായ്ക്ക് ഫോൺ ചെയ്യാണ്, മഞ്ചേരിയിൽ ആദർശ വിശദീകരണം നിങ്ങൾ പോണെന്ന് ആളുകൾ വിളിച്ചിട്ട് പറയാണ്. ഇങ്ങനെ സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിക്കും. മീറ്റിംഗ് വിളിച്ചിട്ട് പറയുന്നെന്താ? ഇതന്നെ കണ്ടോ? സക്കരിയ സലാഹി ഇടക്കിടക്ക് വാദം മാറ്റി പറയുന്നുണ്ട്. ആദ്യം ശിർക്കല്ല എന്ന് പറയും, പിന്നെ ശിർക്കാന്ന് പറയും. ഇതൊക്കെ ഉണ്ണിക്കുട്ടി മൗലിക്ക് തെളിയിക്കാൻ പറ്റുമോ? ജനങ്ങളെ വിളിച്ചുകൂട്ടി പറയുന്നല്ല ഇതൊക്കെ? ജിന്നുകളോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹിക്ക് വാദമുണ്ടെന്ന് പറഞ്ഞപ്പോ പറളിയിൽ വെച്ച് നടന്നൊരു മീറ്റിംഗിൽ ആളുകൾ ചോദിച്ചു, മൗലവി ആ വരിയൊന്ന് വായിക്കണം. പൊതുവെ മൗലിനോട് ആരും ചോദിക്കലില്ല, ചോദിച്ച മൂപ്പർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ മൂപ്പര് പ്രബന്ധം ഇങ്ങനെ മറിച്ച്, എന്റെ 53 പേജ് പ്രബന്ധം മൂപ്പര് വലിയ തെളിവ് മറിച്ചിട്ട് കാണുന്നില്ല. അത് ഇതിലല്ല, അത് വേറൊരു കത്ത് മൂപ്പരിറക്കിയില്ല, അതിലാണ്. എന്നാ ഏത് കത്താണോ എന്ന് പറയണമെന്നുണ്ട്. അങ്ങനെ അബ്ബാസ് മൗലി വായിച്ചത് മൂപ്പർക്കും കാണുന്നില്ല. പിന്നെ പറഞ്ഞത് കാസറ്റിലാണ്. അപ്പൊ ഏത് കാസറ്റിലാന്ന് വെച്ചത്? കാസർഗോഡ് ഹദീസ് മിനാന്റെ CD-യിലാണ്. അത് ഇശാഖ് മൗലി വന്നിട്ട് പറഞ്ഞു. മൂപ്പര് ഇയാൾ കുടുങ്ങിയപ്പോ സഹായിക്കാൻ വന്ന. അപ്പോ ഒരു പ്രവർത്തകൻ പറഞ്ഞു, കാസർഗോഡ് ഹദീസ് മിനാറിന്റെ CD നിങ്ങൾ കേട്ടോന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഒക്കെ കേട്ടിമക്കണം, ഒക്കെ കീലാണ്, കീലമ്മല പൊക്കിയാണ്, കേട്ടിട്ടില്ല. അപ്പൊ ഈ പ്രവർത്തകൻ പറഞ്ഞു, ഞാൻ 2 വട്ടം കേട്ടിട്ടുണ്ട്, അതിലങ്ങനെ സംഗതി ഇല്ലേ ഇല്ല. കുടുങ്ങിയല്ലോ. അപ്പൊ ബഹളായി.